തിരുവമ്പാടിയിൽ നിന്ന് പുറപ്പാട് എഴുന്നള്ളത്ത് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 3 ആനകളുണ്ട്. ആനപ്പുറത്ത് എഴുന്നള്ളി ദേവി ഇവിടേക്ക് വരികയാണ്, ബ്രഹ്മസ്വം മഠത്തിലേക്ക് വരികയാണ്. അതിൻ്റെ കാഴ്ചകളാണ്. വലിയ തോതിലുള്ള ആൾക്കൂട്ടമുണ്ട്, വലിയ ജനത്തിരക്കുണ്ട്. പൂരപ്രേമികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ വീതിക്ക് ഇരുവശവും നിന്ന് പറ നൽകിയുമൊക്കെ തന്നെ അവർ ആ വിശ്വാസപരമായിട്ടുള്ള ചടങ്ങിനെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ബ്രഹ്മസ്വം മഠത്തിലേക്ക് ഈ എഴുന്നള്ളത്ത് എത്തും. അവിടെ വച്ച് ഒരു ഇറക്കിപ്പൂജയുണ്ട്. അതിനുശേഷമാണ് പ്രസിദ്ധമായിട്ടുള്ള മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുക. ഇപ്പോൾ ചെമ്പടമേളമാണ്. ആ മേളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ വീതിക്ക് ഇരുവശവും നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ എത്തിയിട്ടുണ്ട്. അത്തരം ഒരു കാഴ്ചകളാണ് നമുക്ക് തിരുവമ്പാടിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ചടങ്ങാണിത്. ഇവിടെ നിന്ന് പുറപ്പാട് എഴുന്നള്ളി, ഇത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠകളിലൊന്ന് ഭഗവതിയാണ്. അങ്ങനെ ഭഗവതിയുടെ എഴുന്നള്ളത്ത് നടക്കുന്നു. കൃഷ്ണൻ്റെ കോലമുണ്ട്, ആ കോലത്തിൻ്റെ തിടമ്പുണ്ട് ദേവിയുടെ. ആ ദേവിയുടെ തിടമ്പ് എഴുന്നള്ളി ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മസ്വം മഠത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. വലിയ തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ ഐതിഹ്യ പെരുമയിൽ സമൃദ്ധമായിട്ടുള്ള ചടങ്ങ് തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മേളത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം തന്നെയുള്ളത്. അത് ഇലഞ്ഞിത്തറ മേളത്തിനാണെങ്കിലും അതോടൊപ്പം തന്നെ പഞ്ചവാദ്യത്തിനൊക്കെ ആണെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രാധാന്യമുണ്ട്. ഇപ്രാവശ്യം വെടിക്കെട്ട് ഒഴിവാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കുടമാറ്റം ഉൾപ്പെടെ സമയദൈർഘ്യവും ഒക്കെ തന്നെ അത് കുറച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെയുള്ളൊരു കാരണം കൊണ്ട് തന്നെ മേളത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവുമുണ്ട്. അങ്ങനെ വലിയ ഒരു ആചാര പെരുമയിൽ ഈ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പറമിക്കാവ് ദേവിയും അതോടൊപ്പം തന്നെ ഈ തിരുവമ്പാടി ദേവിയും സഹോദരിമാരാണ് എന്നതാണ് വിശ്വാസം. അത്തരത്തിൽ ആ ഒരു ഐതിഹ്യ പെരുമയിൽ ചടങ്ങ് മുന്നോട്ട് നീങ്ങുന്നു. മേളത്തിൻ്റെ ആ ഒരു പെരുക്കത്തിനൊപ്പം ആവേശം പകർന്നുകൊണ്ട് ആ ഒരു താളബോധത്തോടു കൂടി ഏവരും കൈകൾ വാങ്ങിയെടുത്ത് താളം പിടിക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ കഴിയും. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ അവർ അവരുടെ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കും അതോടൊപ്പം തന്നെ ആചാരപരമായിട്ടുള്ള ചടങ്ങിനും സാക്ഷ്യം വഹിക്കുകയാണ്. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണിമംഗലം ശാസ്താവ് പൂരവിശേഷം വടക്കുനാഥനെ അറിയിച്ചതോടുകൂടിയാണ് പൂരം ആരംഭിച്ചത്. കണിമംഗലം ശാസ്താവ് എത്തി വടക്കുനാഥനെ പൂരവിശേഷം അറിയിച്ചു. ചെറുപൂരങ്ങൾ, ഘടകപൂരങ്ങൾ ഒന്നൊന്നായി ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും അതാത് ദേശങ്ങളിൽ നിന്നുമൊക്കെ തന്നെ പുറപ്പെട്ട് ഈ വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം കാഴ്ചകളും അതിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. ഇപ്പോൾ എന്തായാലും തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ പൂജയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശേഷം ഇപ്പോൾ എഴുന്നള്ളി പുറത്തേക്ക് വരികയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ബ്രഹ്മസ്വം മഠത്തിലേക്ക് ഈ എഴുന്നള്ളിപ്പ്, പുറപ്പാട് എഴുന്നള്ളിപ്പ് എത്തും. ബ്രഹ്മസ്വം മഠത്തിൽ ഇറക്കി പൂജയുണ്ട്. ആ ഇറക്കി പൂജയ്ക്ക് ശേഷം പ്രസിദ്ധമായിട്ടുള്ള മഠത്തിൽ വരവും നടക്കും. തിരുവമ്പാടി കണ്ണനാണ് ഇപ്പോൾ ഈ തിടമ്പ്, ദേവിയുടെ തിടമ്പ് ഏറ്റിയിരിക്കുന്നത്. അവിടെ എത്തിയ ശേഷം തിരുവമ്പാടി ചന്ദ്രശേഖരനായിരിക്കും പിന്നീട് അങ്ങോട്ട് ഈ തിടമ്പ് ഏറ്റുക. ഇപ്പോൾ 3 ആനകളാണുള്ളത് ഈ പുറപ്പാട് എഴുന്നള്ളത്തിന്. അതിനുശേഷം ഈ ഒരു പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ, മഠത്തിൽ വരവ് പഞ്ചവാദ്യം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ 15 ആനകളും ഉണ്ടാകും. എന്തായാലും ആ പ്രൗഢഗംഭീരമായിട്ടുള്ള ഐതിഹ്യ പെരുമയാൽ സമൃദ്ധമായിട്ടുള്ള ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ഐതിഹ്യ പെരുമയിൽ ഈ കാര്യങ്ങൾ തന്നെ നടന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മസ്വം മഠത്തിലേക്കുള്ള ഒരു പുറപ്പാട് എഴുന്നള്ളത്താണ്. മഠത്തിലേക്കുള്ള പോക്കാണ്. അവിടെ നിന്ന് ഇനി എഴുന്നള്ളിക്കും. തിരിച്ച് അവിടെ ഇത് കഴിഞ്ഞ് എഴുന്നള്ളിക്കും. ഇറക്കി പൂജയുണ്ട്. അവിടെ പൂജയുണ്ട്. അത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളിക്കും. ആചാരപ്പെരുമയിൽ ഗംഭീരമായിട്ട് ചടങ്ങുകളൊക്കെ ആചാരപരമായിട്ട് തന്നെയാണ് നടത്തുന്നത്. മഠത്തിലെ ഒരു പഞ്ചവാദ്യ ഒരു ആചാരത്തിൻ്റെ ഭാഗം അത് മാത്രം നടത്തുന്നുണ്ട്. അങ്ങനെ കയറി നാഗനാല് കയറി എങ്ങോട്ടാണ്. അതാണ് എന്തായാലും തിരുവമ്പാടി വിഭാഗമാണ്. ആ ഒരു ചടങ്ങുകൾ മുന്നോട്ട് നീങ്ങുന്നു. 3 ആനപ്പുറത്താണ് ഇപ്പോൾ എഴുന്നള്ളത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയ ശേഷം ബ്രഹ്മസ്വം മഠത്തിലെത്തിയ ശേഷം ഇറക്കി പൂജ, അതിനുശേഷം മഠത്തിൽ വരവ് മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു പൂര വിശേഷത്തിന്, ആ പൂരത്തിന് ആണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. കണിമംഗലം ശാസ്താവ് നേരത്തെ പൂരവിശേഷവുമായി വടക്കുനാഥന് മുന്നിലേക്ക് എത്തി. ഇനി ഇത്തരത്തിൽ ചെറുപൂരങ്ങളൊക്കെ തന്നെ പനക്കേമ്പള്ളി ശാസ്താവ്, അതോടൊപ്പം കാരമുക്ക് ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി, ഇങ്ങനെ ഒട്ടനവധി ഘടകപൂരങ്ങൾ ഇവിടേക്ക് എത്തുകയും ചെയ്യും. അതാത് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പൂര വിശേഷവും പൂര കാഴ്ചകളുമൊക്കെ ഒരാഴ്ച മുൻപേ തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പൂരവിശേഷം വടക്കുനാഥനെ അറിയിക്കാൻ ഘടകപൂരങ്ങളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ജനത്തിരക്കുണ്ട്. പൂരപ്രേമികളൊക്കെ തന്നെ ഇപ്പോൾ വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ പൂരം കാഴ്ചകൾ ഒക്കെ കാണാൻ ദൃശ്യ ശ്രാവ്യ വിരുന്നൊരുക്കുന്നതാണ് പൂരം. അങ്ങനെ കാഴ്ചകളാൽ സമ്പന്നമാണ്. കാഴ്ചകളുടെ കലവറയാണ് പൂരം.
എന്ന് അതിനെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളാൽ സമ്പന്നവുമാണ്. പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റാണ്. അതോടൊപ്പം തന്നെ തിരുവമ്പാടിയുടെ മടത്തിൽ വരവ് പഞ്ചവാദ്യവും, അപ്പോൾ എടുത്ത പഞ്ചവാദ്യം മറ്റിടത്ത് അത്തരത്തിൽ ഇലഞ്ഞിത്ര മേളത്തിൽ പാണ്ടിയാണ് കൊട്ടുക. ക്ഷേത്രം അതിൽക്കകത്ത് പാണ്ടി കൊട്ടുന്നത് അപൂർവതയുമാണ്. അത്തരം കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇലഞ്ഞിത്ര മേളത്തിന് കാണാം. 11 മണിയോടുകൂടി പഞ്ചവാദ്യം മടത്തിൽ വരവ് പഞ്ചവാദ്യവും കാണാം. ഇപ്പോൾ എന്തായാലും നിറപ്പാണ്ടി കൊട്ടി മുന്നോട്ട് നീങ്ങുകയാണ്. ആ മേളപ്പെരുക്കം കാണാനും അതോടൊപ്പം തന്നെ ആ കോലത്തിൽ അല്ലെങ്കിൽ ആ ദേവിയുടെ എഴുന്നള്ളത്തൊക്കെ തന്നെ കാണാനും നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ ഗംഭീരമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങിന് ആണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഐതിഹ്യ പെരുമയാൽ സമ്പന്നമായിട്ടുള്ള ചടങ്ങുകൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവമ്പാടിയിൽ നിന്ന് എഴുന്നള്ളത്ത് പുറപ്പാട് എഴുന്നള്ളത്ത് തുടങ്ങി നേരെ ബ്രഹ്മസ്വം മഠത്തിലേക്കാണ് പോകുന്നത്. ആ ബ്രഹ്മസ്വം മഠവുമായി ബന്ധപ്പെട്ടും ഐതിഹ്യമുണ്ട്. അതായത് ബ്രഹ്മസ്വം മഠത്തിൻ്റെ കയ്യിലാണ് മുൻപ് ഈ സ്വർണ്ണക്കോലങ്ങൾ ഉണ്ടായിരുന്നതെന്നും അപ്പോൾ തിരുവമ്പാടി വിഭാഗത്തിന് ആ സ്വർണ്ണക്കോലങ്ങൾ ഈ ചമയത്തിൻ്റെ ഭാഗമായി കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും അതറിയിച്ചപ്പോൾ ആനകളെ അവിടേക്ക് എത്തിക്കുകയാണെങ്കിൽ സ്വർണ്ണക്കോലം തരാമെന്ന് പറഞ്ഞുവെന്നുമൊക്കെയാണ് ഐതിഹ്യം. അങ്ങനെ ആനകളെ അവിടേക്ക് എത്തിക്കാൻ തുടങ്ങി. ആ സ്മരണയിലാണ് ഇപ്പോൾ ഈ ചരിത്ര പ്രാധാന്യമുള്ള ഐതിഹ്യ പ്രാധാന്യമുള്ള ഈ മടത്തിൽ വരവ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്.